തമിഴ്നാട്ടിൽ വിജയ്ക്കെതിരെ ഇങ്ങനെ അവസരങ്ങൾ കടന്നു വരുമ്പോൾ ഒരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസത്തെ ചില പ്രസ്താവനകൾ കണ്ടു. വിജയ് ബീസ്റ്റ് സിനിമയിലൂടെ മുസ്ലിങ്ങളെ അപമാനിച്ചയാളാണ്, സിനിമയിലൂടെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ പറഞ്ഞയാളാണ് എന്നൊക്കെ. അങ്ങനെ വിജയ് തമിഴ്നാട്ടിൽ ഒരു വലിയ സ്റ്റാലിനെതിരെയുള്ള ഒരു പ്രധാന കക്ഷിയായി ഇങ്ങനെ വരുമ്പോൾ വലിയ രീതിയിൽ അദ്ദേഹത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതും ശ്രദ്ധയിൽ നമ്മുടെ പെടുന്ന കാര്യമാണ്. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഒരു കാര്യം ഉറപ്പ് പറയാം, വിജയ് മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ഈ നാട്ടിൽ കഴിഞ്ഞ റംസാനിൽ ഇഫ്താറിനു വേണ്ടി ഒരു പള്ളിയിൽ ചെന്ന് മുസ്ലിം മതപരമായിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ധരിച്ച് തലയിൽ തൊപ്പി വെച്ച് പ്രാർത്ഥനയിൽ പങ്കുചേർന്ന്, അറിയില്ല നിസ്കരിക്കാൻ, അറിയില്ല ഒരാചാരങ്ങളും കൃത്യമായി ചെയ്യാൻ, പക്ഷേ വിജയെ പോലെ ഇത്ര വലിയ സ്വീകാര്യതയുള്ള, ഇത്ര വലിയ ശ്രദ്ധയാകർഷിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു മസ്ജിദിൽ ചെന്ന് ആ ഇഫ്താർ സംഗമത്തിനോട് ചേർന്ന് നിന്ന് നമസ്കാരത്തിൽ ഒരാംഗ്യവിക്ഷേപം കാണിച്ചു എന്നതാണെങ്കിൽ കൂടി ഈ നാട്ടിൽ അത് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. ചേർത്ത് നിർത്തലിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. ഒറ്റപ്പെടുകയും താഴേക്ക് താഴ്ന്നു പോവുകയും ചെയ്യുന്നവൻ്റെ കൈക്ക് പിടിക്കുന്ന മഹത്തായ ഇൻക്ലൂസീവ് പൊളിറ്റിക്കൽ കൾച്ചർ. അതാണ് തമിഴകത്തിൻ്റെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലും, വേണമെങ്കിൽ ഇന്ത്യ മുഴുവനും പ്രചരിപ്പിക്കാവുന്ന രീതിയിൽ വിജയ് പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം എന്നുള്ളതാണ്. ഒരു കാരണവശാലും അതിനെ അടിച്ചമർത്താൻ കഴിയില്ല. RSS സംഘപരിവാർ കൃത്യമായിട്ടുള്ള അതിൻ്റെ കേന്ദ്രങ്ങൾ, സൈബർ ഇടങ്ങളെല്ലാം വിജയെ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിലും ഒരു കാര്യം കൃത്യമായി പറയാതെ വയ്യ, ഇരട്ട ചങ്കുള്ള നിലപാടാണ് വിജയുടേത്. കൃത്യമായിട്ടുള്ള നിലപാടുകളാണ് വിജയുടേത്. തൻ്റെ ഇടത്തോടെയുള്ള രാഷ്ട്രീയ ചിന്തയാണ് അത് എന്നും പറയാതെ വയ്യ. ഒരു കാര്യം ഉറപ്പാണ്, വരും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയ് മുഖ്യ ശ്രദ്ധാകേന്ദ്രമാവും. വരുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിനെതിരെ ശക്തമായി വിജയുടെ പാർട്ടിയും നിലകൊള്ളും എന്നുറപ്പാണ്. കാരണം ഇന്ന് ഈ നാട്ടിൽ പലരും പറയാൻ മടിക്കുന്നതാണ് വിജയ് പറയുന്നത്. ഈ നാട്ടിൽ പലരും എടുക്കാൻ മടിക്കുന്ന നിലപാടാണ് വിജയ് ചങ്കൂറ്റത്തോടെ എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ.